എഫെസോസ് സഭ സ്ഥാപിക്കുന്നത് പൗലോസാണ്. അപ്പോൾ എഫെസോസിലെ സഭ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാതെ എഫെസോസിലെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുക ശ്രമകരമാണ്. എന്ന് പറഞ്ഞാൽ എഫെസോസിൽ പൗലോസാണ് ദൈവസഭ സ്ഥാപിക്കുന്നത്. അത് പ്രവർത്തികളുടെ പുസ്തകത്തിൽ വളരെ വിശദമായി പൗലോസ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പൗലോസ് അവിടെ ചെല്ലുന്ന കാലഘട്ടത്തിൽ എഫെസോസിലെ കണ്ടീഷൻ വളരെ പരിതാപകരമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത ഒന്ന്, അത് ഏഷ്യയുടെ വ്യാപാര നഗരമാണ്. രണ്ട്, അതൊരു തുറമുഖ പട്ടണമാണ്. മൂന്ന്, അവിടുത്തെ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന അർത്തമീസ് ദേവിയുടെ അല്ലെങ്കിൽ ഡയാന ദേവിയുടെ അമ്പലമിരിക്കുന്ന ഒരു ടൗൺ ആണ് എഫെസോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് അത്തരത്തിലൊരു അമ്പലമില്ല എന്ന് നിങ്ങൾ അറിയണം. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസിന്റെ അമ്പലമിരിക്കുന്ന ടൗൺ, വിഗ്രഹാരാധന മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ആ ടൗണിൽ പൗലോസ് സുവിശേഷവുമായി പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി പോവുകയാണ്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു എഫെസോസിന് ദൂത് പറയുമ്പോൾ പറയാണ്, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു, നിങ്ങളുടെ പ്രയത്നം അറിയുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. പ്രവൃത്തി അറിയുന്നതും നമ്മെ ഉള്ളതുപോലെ അറിയുന്നതുമായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും കൃത്യത കർത്താവിന് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ആരായിരിക്കുന്നു എന്ന് കർത്താവിന് അറിയാം. നമ്മളിലുള്ള കുറവുകളെയും വളർച്ചകളെയും കൃത്യമായി ഗ്രഹിക്കുന്നയാളാണ് നമ്മുടെ കർത്താവ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് എന്ന വസ്തുതയും നമ്മൾ മറക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ പൗലോസ് ദൈവസഭ സ്ഥാപിക്കുവാനായി അവിടെ ചെല്ലുമ്പോൾ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്ന് പ്രത്യേകത ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഒരു ട്രേഡ് സെന്റർ ആണ് അവിടെ, വ്യാപാര നഗരമാണ്. വ്യാപാര നഗരവും തുറമുഖവും ഒരു പൈശാചിക ആരാധനയും ഒരുപോലെ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തിൽ ദൈവപ്രവൃത്തി നടക്കുക വളരെ പ്രതിസന്ധിയുള്ളതാണ്, വളരെ പ്രയാസമുള്ളതാണ്. പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഇവിടെ ഇത്രയും വലിയ ബന്ധനമാണ്. പറയത്തക്ക ബന്ധനമൊന്നുമില്ല, എന്തെങ്കിലും നീർക്കോലി ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ബന്ധനമാണെന്നാണ് നമ്മുടെ ആൾക്കാർ പറയാറുള്ളത്. ഞാൻ ഒരുപാട് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ദ റൈറ്റ്. ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. പൗലോസ് അവിടെ ചെല്ലുമ്പോൾ അത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ പോലുള്ളൊരു സിറ്റുവേഷൻ ഉലകത്തിൽ ഒരിടത്തും ഇന്നില്ലെന്ന് നമ്മൾ അറിയണം. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസിന്റെ പ്രത്യേകത, അവള് സെക്സിന്റെയും വാറിന്റെയും പ്രേമത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദൈവമാണ്. സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് കൂടുതൽ എടുത്തുദ്ധരിക്കുന്ന ഒരാള് അർത്തമീസാണ്. രണ്ട്, ലൈംഗികതയിൽ വളരെ താല്പര്യമുള്ളയാളാണ് ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ അത് അവളുടെ ദൈവമാണ് ഈ പറഞ്ഞ ഗോഡസ് അർത്തമീസ് എന്ന് പറയുന്നത്. അവിടെ പുസ്തകങ്ങളിൽ പറയുന്നത് 10,000-ലധികം അംഗീകൃത, അവിടുത്തെ ദൈവം അംഗീകരിച്ചിരിക്കുന്ന അംഗീകൃത വേശ്യമാരവിടെ ലൈംഗിക വൃത്തി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അംഗീകാരത്തോടെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്ന മട്ടിന്, ദൈവത്തിനോടുള്ള ആരാധന എന്ന മട്ടിന് അവിടെ പാപം നടക്കുന്നുണ്ട്. 10,000-ഓളം അംഗീകൃതമായതുണ്ടെങ്കിൽ 50,000-ലധികം അംഗീകാരം ഇല്ലാത്തത് ആ സിറ്റിയിലുണ്ടെന്നറിയണം. കാശിന്റെ അതിപ്രസരം, തുറമുഖമായതുകൊണ്ട് ഉലകത്തിലെ സകല നാട്ടിലെയും ജനം വന്ന് ഇറങ്ങുന്ന ഒരു പ്രത്യേക ഇന്റർ കൾച്ചറൽ സിസ്റ്റം, എല്ലാം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ നടുവിൽ നമ്മുടെ പൗലോസ് അഭിഷിക്തനായി അഭിഷേകത്തോടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ചെല്ലുകയാണ്. പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവിടെ വന്നത് താഴ്മയോടും കണ്ണുനീരോടും കൂടിയായിരുന്നു എന്നാണ്. പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് ആ കാര്യം ഓർപ്പിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് ആ കാര്യം ഓർപ്പിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, പൗലോസ് ദൈവസഭ സ്ഥാപിച്ച് അവിടെ നിന്ന് പോയി, എഫെസോസിൽ നിന്ന് പോയി, ദൈവസഭകൾ സ്ഥാപിച്ചു, അതിന് ശുശ്രൂഷകന്മാരെ ഏർപ്പാട് ചെയ്തു. പൗലോസ് ദേശം വിട്ടുപോയി. അടുത്ത യാത്ര ഇങ്ങനെ കറങ്ങിപ്പോകുമ്പോൾ എഫെസോസിന് അടുത്ത പട്ടണമായ മെലിത്തോസിലൂടെ പൗലോസ് യാത്ര ചെയ്യുകയാണ്. മെലിത്തോസിലൂടെ താൻ യാത്ര ചെയ്യുമ്പോൾ ഈ എഫെസോസിലെ ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. കാരണം പൗലോസിന് ചിലത് അവരുമായി ഷെയർ ചെയ്യാനുണ്ട്. പൗലോസിന് ആത്മാവിൽ ബോധ്യമുണ്ട്, ഇറ്റ് ക്യാൻ ബി ദ ലാസ്റ്റ് ജേർണി. അതുകൊണ്ട് പൗലോസ് സ്ഥാപിച്ച സഭയിലെ എല്ലാ വിശ്വാസികളെയും കാണാൻ ഒരു മാസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ തയ്യാറാകാതെ, നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുക, ഒരു മാസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, നല്ലൊരു ഫണ്ട് കളക്ഷൻ നടത്തുക. ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ തലമുറയിൽ ആൾക്കാർ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന കാര്യം. ബർത്ത്ഡേ പോലും ആൾക്കാർ വിടാറില്ല, സഭയുടെ വാർഷിക പരിപാടികൾ പോലും ആൾക്കാർ വിടാറില്ല. ഇതെല്ലാം പല രീതികൾ നടത്തുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ
പൗലോസ് അത്തരത്തിലൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനല്ല പൗലോസ് തയ്യാറാകുന്നത്. പൗലോസിന്റെ ഹൃദയത്തിലെ ഭാരം, പൗലോസിനെ ആണ്ടുകൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു വിട്ട് സുവിശേഷം അറിയിച്ച് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ കൃപയിലാക്കിയിരിക്കുന്ന ജനത്തെ അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. വിശ്വസ്തയോടെ കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് അവരെ യാത്രയാക്കണം. പൗലോസിന് ഇനി മരണത്തിലേക്കുള്ള യാത്രയാണ്. അത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകും. പൗലോസ് പറയാണ്, ഇനി നിങ്ങളുടെ ഇടയിൽ ദൈവവചനം പ്രസംഗിച്ച് നടന്നവനായി എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. ദാറ്റ് മീൻസ് ഇനി നിങ്ങൾക്ക് എന്നെ കാണാനാവില്ല. ഞാനിതാ എൻ്റെ പ്രയാണം അവസാനിച്ചിരിക്കുന്നു. ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോവുകയാണ്. ഞാൻ മരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് മരണത്തോടടുക്കുന്ന പൗലോസിനെ നമ്മളവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് എഫെസോസിലെ ശുശ്രൂഷകരെ വിളിച്ചു വരുത്തി. അവരോട് പൗലോസ് പറയുകയാണ്, ഞാൻ വളരെ താഴ്മയോടും, 19-ാം വാക്യം, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു എന്നും. കണ്ടോ? അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനം. 1, ഞാൻ താഴ്മയോടെ. 2, കണ്ണുനീരോടെ. 3, യഹൂദന്മാരാലുള്ള കഷ്ടതയോടെ. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുണ്ടാക്കിയ കഷ്ടങ്ങളോടുകൂടെ. ഇതിന്റെ 3ന്റെയും നടുവിലാണ് പൗലോസ് സുവിശേഷം അറിയിച്ചത്. സ്വതന്ത്രം അവിടുത്തെ പ്രധാനം താഴ്മയും കണ്ണുനീരുമാണ്. എവിടെ താഴ്മയുണ്ടോ, എവിടെ കണ്ണുനീരുണ്ടോ, അവിടെ ദൈവപ്രവൃത്തി നടന്നിരിക്കും. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ചിലത് ചെയ്യാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2005 ഇത്തരത്തിലൊരു മീറ്റിംഗ് ഇങ്ങനെ 2020 ഒരിക്കലും ബായി അങ്കിൾ ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. 2011 തോമസ് അങ്കിൾ ഇതിനെ ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങുമ്പോഴും ഇത് ഇത്തരത്തിൽ ഒരുപാട് പേരുടെ മാനസാന്തരത്തിന് കാരണമായി മാറുന്ന ഒരു മീറ്റിംഗ് ആയി പിൽക്കാലത്ത് മാറുമെന്ന് ഒരിക്കലും കണ്ടിരിക്കുവാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, അന്ന് അവർക്ക് കൊടുത്ത ഹൃദയത്തിന്റെ ഭാരം അതങ്ങനെ തന്നെ ചുമ്മിക്കൊണ്ടവർ മുമ്പിലേക്ക് പോയി. ബാക്കി മുഴുവൻ ചെയ്യുന്നത് കർത്താവാണ്. ഉലകത്തിൽ ഏതു ഭാഗത്ത് പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പുറകിൽ കണ്ണുനീരും അതിന്റെ പുറകിൽ താഴ്മയും ഉണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നിശ്ചയമായും നടന്നിരിക്കും. അല്ലാതെ ആരുടെയും മസിൽ പവർ കർത്താവിന് ആവശ്യമില്ല, ആരുടെയും മണി പവർ കർത്താവിന് ആവശ്യമില്ല, ആരുടെയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കർത്താവിന് ആവശ്യമില്ല. കർത്താവിന്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ കർത്താവാണ് സഭയെ പണിയുന്നത്, കർത്താവാണ് വില കൊടുത്തത്, കർത്താവാണ് സഭയെ പണിയുന്നത്, കർത്താവാണ് സഭയെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുന്നത്, സകലതും ചെയ്യുന്നത് കർത്താവാണ്. അതുകൊണ്ട് അതിനാരുടെയും സഹായം കർത്താവിന് ആവശ്യമില്ല. ഇവിടെ പൗലോസ് ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ കർത്താവ് പൗലോസിൽ നിന്ന് പ്രതീക്ഷിച്ച 2 കാര്യം പൗലോസിൽ നിറഞ്ഞു നിൽക്കുകയാണ്: താഴ്മയും കണ്ണുനീരും. തൊട്ട് താഴെ പറയുന്നു, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. എഫെസോസിൽ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളതൊന്നും പൗലോസ് മറച്ചു വെച്ചിട്ടില്ല. താഴേക്ക് പറയുമ്പോൾ പറയുന്നു, ദൈവത്തിങ്കലുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും ഞാൻ സാക്ഷിച്ചു. ഇതൊക്കെ പൗലോസിന്റെ ക്വാളിറ്റിയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട. 23 പറയുമ്പോൾ പറയാണ്, ഇതാ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ പൗലോസ് ശുശ്രൂഷ അവസാനിപ്പിച്ച് മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. നീങ്ങുന്നതിന് മുമ്പ് പൗലോസ് 24-ാം വാക്യം പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കേട്ടോ, പ്രാണനെ വിലയേറിയതായി എണ്ണാതെ എഫെസോസിൽ അർത്തമീസിന്റെ മൂക്കിന് കീഴിൽ കർത്താവിന്റെ പ്രവൃത്തി ചെയ്തെടുത്തൊരു മനുഷ്യനാണ് പൗലോസ് എന്ന വസ്തുത നമ്മൾ മറന്നുപോകരുത്. തൊട്ട് മുൻപിലത്തെ അധ്യായം 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന പൊന്നിന്റെ പണിക്കാരൻ, വിഗ്രഹമുണ്ടാക്കുന്ന പണിക്കാരൻ ദിമിത്രിയോസ് കൂടെ ഉണ്ടായിരുന്ന സകലവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, പൗലോസിനെ ഇങ്ങനെ വിട്ടാൽ നമ്മുടെ ദൈവത്തിന്റെ കാര്യം ആക്ഷേപത്തിലാകും, അതുകൊണ്ട് പൗലോസിനെതിരെ പ്രവർത്തിക്കണം. ദേശം മുഴുവൻ അദ്ദേഹത്തിനെതിരെ ഇളകിയിട്ടും കർത്താവായ ദൈവം പൗലോസിനോട് കൂടെ ഇരുന്നത് കൊണ്ട് പൗലോസിനെ തൊടുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോൾ പൗലോസിന് സ്വർഗത്തിൽ നിന്ന് സന്ദേശം കിട്ടിയിരിക്കുന്നു, യുവർ മിനിസ്ട്രി ഈസ് ഗോയിങ് ടു ബി ഫിനിഷ്. നീ മരിക്കാൻ പോവുകയാണ്, നിന്റെ പ്രവൃത്തി അവസാനിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഗെറ്റ് റെഡി ടു ഗോ ടു ജെറുസലേമിലേക്ക് പോകാം. ആ പോകുന്ന പോക്കിന് തൻ്റെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ താൻ വിളിച്ചിറക്കിയിരുന്ന ശുശ്രൂഷകരെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. അടുത്ത് പറയുന്നതാണ്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. 26 മുതലാണ് എനിക്ക് പറയാനുള്ള വാക്യം. 26, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ, കേട്ടോ, വളരെ പ്രധാനമാണ്. ശുശ്രൂഷകന്മാരെ വിളിച്ചോർപ്പിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. പൗലോസാണ് സ്ഥാപിച്ചത്. ദൈവസഭയ്ക്ക് ശുശ്രൂഷകന്മാരായി പൗലോസിന്റെ യാത്രയിൽ ശുശ്രൂഷകരെ വിളിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അവിടെ പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയായിരിക്കും. താഴെ പറയുകയാണ്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെച്ചില്ല. പിന്നെയും പൗലോസ് അതിനെ എടുത്ത് പറയുകയാണ്, ഞാൻ ആലോചന ഒട്ടും മറച്ചു വെച്ചിട്ടില്ല. അത് വളരെ ആ സഭയ്ക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിംഗ് ആണ്.
ദൈവത്തിൻ്റെ പ്ലാൻ ഒട്ടും മറച്ചു വെക്കാതെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിംഗ് ആണ്. മുട്ടുവേദന മാറ്റിത്തരുന്ന, പല്ലുവേദന മാറ്റിത്തരുന്ന, തലവേദന മാറ്റിത്തരുന്ന, കടഭാരം മാറ്റിത്തരുന്ന, പ്രതിസന്ധികൾ മാറ്റിത്തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല പരിചയപ്പെടുത്തേണ്ടത്. ഈ നശിച്ച ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് കറയും ചുളുക്കവും മാറ്റവും മാലിന്യവും ഇല്ലാതെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് പരിചയപ്പെടുത്തി തരേണ്ടത്. അത്തരത്തിൽ ദൈവജനത്തിന് പ്രയോജനമുള്ളത് പരിചയപ്പെടുത്താതെ അതിൽ കുറഞ്ഞ സന്ദേശങ്ങൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി നമ്മളെ ഈ ഭൂമിയിൽ നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എന്ന് ദൈവജനം തിരിച്ചറിഞ്ഞിരിക്കണം. ഇവിടെ വേണ്ടേ പൗലോസ് പറയുക, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭൗതികമായതല്ല ഞാൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ജനത്തിന്റെ ആത്മീക വർധനവിനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉറപ്പ് എഫേസ്യ ലേഖനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിലുടനീളം വാരി നിറച്ചിരിക്കുന്നത് ഒരു ദൈവസഭയ്ക്ക് നിലനിൽക്കാൻ ആവശ്യമായ, ഒരു ദൈവഭക്തന് നിലനിൽക്കുവാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളാണ് പൗലോസ് അതിനകത്ത് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നാളത്തെ പ്രസംഗത്തിൽ ഞാൻ അത് ഉൾപ്പെടുത്താം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഉപദേശിമാരോടായി പൗലോസിന് പറയാനുള്ളത്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഈ അന്ത്യകാലം എത്തി നിൽക്കുന്ന നമ്മൾ, കർത്താവിന്റെ വരവിന് വേണ്ടി ആവലോടെ നിൽക്കുന്ന നമ്മൾ, നാം തന്നെ നമ്മളെ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് വേണ്ടി മറ്റാരും കച്ചകെട്ടില്ല, നമുക്ക് വേണ്ടി മറ്റാരും മെനക്കെടില്ല. നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാരുടെയും മേൽ കെട്ടിവെക്കാൻ നമുക്കാവില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. നമ്പർ 1, നിങ്ങളെ തന്നെയും. നമ്പർ 2, കർത്താവ് തൻ്റെ രക്തത്താൽ സമ്പാദിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ഈ ആട്ടിൻകൂട്ടത്തെ മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം. അടുത്തതാണ് പ്രധാനം. 2 കാര്യം പൗലോസ് മെൻഷൻ ചെയ്യുന്നു. നമ്പർ 1, ഞാൻ പോയ ശേഷം. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ പോവുകയാണ്. ഇതുവരെയും എൻ്റെ പ്രാർത്ഥന ഈ സഭയോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു, ഇതുവരെയും എൻ്റെ ശ്രദ്ധ ഈ സഭയോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു, ഇതുവരെയും ഞാൻ ലേഖനങ്ങൾ എഴുതി സഭയെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഏത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും ഉടനെ എനിക്കതിൽ ഇടപെടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ബട്ട് നൗ ഞാൻ പോകാൻ പോവുകയാണ്. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ, കൊടിയ ചെന്നായ്ക്കളെ, ഫെറോഷ്യസ് വൂൾസ് നിങ്ങളുടെ ഇടയിൽ കടക്കും. സ്തോത്രം. അവിടെ വളരെ ഗംഭീരമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പോയ ശേഷം, കാരണം ഇതുവരെയും വരാത്തതിന് കാരണം പൗലോസ് ഒരു കൂറ്റൻ മതിലായി, ഒരു വലിയ പട്ടാളക്കാരനായി, പൗലോസ് ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം ദൈവസഭയ്ക്കൊരു പ്രൊട്ടക്ടറായി അവിടെ നിൽക്കുകയാണ്, ഒരു സംരക്ഷകനായി ആ സഭയ്ക്ക് വേണ്ടി പൗലോസ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാൻ സാധ്യതയില്ലാത്ത, ഫെറോഷ്യസ് ആയിട്ടുള്ള, നിർദ്ദയരായിട്ടുള്ള, ക്രൂരരായിട്ടുള്ള, ആടിന്റെ നിത്യതയെക്കുറിച്ച് യാതൊരു ദർശനവുമില്ലാത്ത, അവരുടെ പാലും തോലും ഇറച്ചിയും മാത്രം നോട്ടമുള്ള ഒരു ഗ്രൂപ്പ് വന്ന് നിങ്ങളുടെ സഭയ്ക്കകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. വളരെ ഗൗരവമായൊരു സന്ദേശമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുറത്തു നിന്ന് കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ സഭയ്ക്കകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. നമ്പർ 2, 30, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. ഉണ്ടോ? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. 2 കാര്യങ്ങളാണ് പൗലോസിന് ദൈവസഭയോട് ഓർപ്പിക്കാനുള്ളത്. കാരണം അത്തരത്തിൽ ദുരുപദേശം ഉലകമെമ്പാടും ഒരു മലീമസമാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് പൗലോസിന്റെ സഭാസ്ഥാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവർത്തികളിലൊക്കെ നമുക്കറിയാം, ലേഖനങ്ങളിൽ നമുക്കറിയാം, പൗലോസ് ഓരോ കാര്യങ്ങളെയും വളരെ വസ്തുനിഷ്ഠമായി കൃത്യതയോടുകൂടി സ്തോത്രം അവതരിപ്പിച്ചുകൊണ്ട് സഭകൾക്കകത്ത് ഉടലെടുത്തിരുന്ന ഈ സകല പ്രശ്നങ്ങളെയും പരിഹരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പൗലോസ് എന്ന് നമ്മൾ അറിയണം. സ്തോത്രം. അങ്ങനെ സഭകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന പൗലോസ് തൻ്റെ യാത്രയുടെ അവസാനത്തിൽ സഭയോടായി പറയുകയാണ്, 2 കാര്യം പ്രധാനം. 1, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കുറുക്കന്മാർ പുറത്തു നിന്ന് നിങ്ങളുടെ സഭയ്ക്കകത്തേക്ക് കടക്കും. നമ്പർ 2, നിങ്ങളുടെ അകത്ത് നിന്ന് ചിലർ എഴുന്നേൽക്കാനും സാധ്യതയുണ്ട്. 2 കാര്യങ്ങൾ വളരെ പ്രധാനമായി പൗലോസ് എടുത്തുദ്ധരിക്കുന്നു. അകത്ത് നിന്നും ആൾ എഴുന്നേൽക്കും, പുറത്തു നിന്നും വരും. നിങ്ങളത് സൂക്ഷിക്കണം. നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ, അടുത്ത് പറയുന്നതാണ് 31, ഉണർന്നിരിപ്പീൻ. സ്തോത്രം. ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം നിങ്ങളുടെ ഇടയിൽ രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. 3 കൊല്ലം
ദൈവസഭയ്ക്ക് വേണ്ടി വില കൊടുത്ത് കണ്ണുനീർ വാർത്തുകൊണ്ട് രാപ്പകൽ, ആ വാക്കുകൾ വളരെ പ്രധാനമാണ്, രാപ്പകൽ, ഡേ നൈറ്റ്, that means through the full time, the whole time he has spent his time for that church, for the development of the church and for the security of the church and for the progress of the church. ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ പുറകിൽ ഒരുപാട് വില കൊടുത്ത് നിന്നതാണ് പൗലോസ്. അവസാനം തൻ്റെ ശുശ്രൂഷ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഞാൻ പോകുവാൻ പോവുകയാണ്. പൗലോസ് യാത്ര പറഞ്ഞ് പൗലോസ് അവിടം വിടുകയാണ്. ഇനി നമ്മൾ പൗലോസിനെ കാണുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ വാക്കിൽ ഓർപ്പിച്ചു. സഭയുടെ പ്രത്യേകത, ലോകമഹാത്ഭുതങ്ങളിലൊന്നായി അർത്തമീസിന്റെ അമ്പലം ഇരിക്കുന്ന സ്ഥലം, 2 തുറമുഖ പട്ടണം, 3 വ്യാപാര നഗരം. അത്തരത്തിൽ സമ്പന്നമായി ഉയർച്ചയിലാണ് പാപം അതിന് മീതെ മാനം മുട്ട ഉയർന്നു നിൽക്കുന്നു. ആ സ്ഥലത്തിൽ യേശുവിന്റെ സുവിശേഷവുമായി ചെല്ലുക, ജനത്തെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക വളരെ ശ്രമകരമായ കാര്യമാണ്. കരഞ്ഞുകൊണ്ട് പൗലോസ് അവിടെ ദൈവസഭ സ്ഥാപിച്ചു. ദൈവസഭ പീഡനങ്ങളെ നെഞ്ചും നെറ്റിയും കാണിച്ച് എതിർത്തു നിന്നു. പക്ഷെ ദൈവസഭ ക്ഷീണിക്കുവാൻ സാധ്യത പൗലോസ് കണ്ടത് ഉപദേശത്തിനകത്ത് കലർപ്പ് വരുമ്പോഴാണ്. സ്വത്രം പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോണം, അന്ത്യകാലത്ത് കർണരസമാകുമാറ് സ്വത്രം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന കാലം വരും. കർണരസമാകുമാറ്, സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരുണ്ടാകുന്ന കാലം അന്ത്യകാലത്ത് ഉണ്ടാകുമെന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. എത്ര ഗൗരവമെന്ന് നിങ്ങൾ ആലോചിക്കൂ. സ്വത്രം അത്തരത്തിൽ ഉണ്ടായാൽ ദൈവസഭയ്ക്ക് അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ, ദുരുപദേശം കടന്നു വന്നാൽ ദൈവസഭയ്ക്ക് അത് ദോഷമുണ്ടാക്കും. പക്ഷേ അടുത്തുള്ള ദൈവദാസന്മാർ അത് ശ്രദ്ധിച്ചില്ലെന്ന് വേണം കരുതാൻ. കാരണം ദൈവസഭ താമസമിന തകർച്ചയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. AD 60 എഫെസോസിന് ലേഖനം പൗലോസ് എഴുതുമ്പോൾ എങ്ങനായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടതെന്നതിനെ കുറിച്ച് അടിവരയിട്ട് പ്രസ്താവിക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ നാളെ പറയാം. ഇവിടെ പൗലോസ് എഫെസോസിലെ ശുശ്രൂഷകർക്ക് സഭയെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ശരിക്കും പാപനിബിഡമായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ സഭ നിലനിൽക്കുകയാണ്. നിൽക്കേണ്ടത് എങ്ങനെയെന്നും എഫെസോസിനെ ലേഖനം എഴുതി അവസാനത്തെ അധ്യായം പറയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്യണം, സകലത്തോടും നിങ്ങൾ യുദ്ധം ചെയ്യാൻ സർവായുധവർഗം ധരിച്ച് നിങ്ങൾ തയ്യാറായി നിൽക്കണം. അത്തരത്തിലൊരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ ലേഖനം എഴുതി കയ്യിൽ കൊടുത്ത് ദൈവസഭയെ ഹാൻഡ് ഓവർ ചെയ്ത് പൗലോസ് യാത്ര പോയി. വർഷം 36 എത്തുമ്പോൾ, 36 35 എത്തുമ്പോൾ, AD 96 കർത്താവായ യേശു ക്രിസ്തു എഫെസോസിലെ സഭാ പാസ്റ്ററായ യോഹന്നാനെ പത്മോസിൽ കൊണ്ടുപോയി ആ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ എഫെസോസിന്റെ കണ്ടീഷൻ പണ്ടത്തതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, 30 കൊല്ലത്തെ കാലമേ ആയിട്ടുള്ളൂ, ഒരുപാടായിട്ടില്ലെന്നറിയണം. 30 കൊല്ലം എന്ന് പറഞ്ഞാൽ പൗലോസ് രക്ഷയിലേക്ക് കൊണ്ടുവന്ന അതേ വിശ്വാസികൾ തന്നെ ആയിരിക്കാം ഏറിയ പങ്കും ആ സഭയ്ക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സഭയ്ക്കകത്തുള്ളതിൽ നല്ലൊരു പങ്കും പൗലോസ് കൃപയാൽ കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പൗലോസ് കൃപയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, പൗലോസ് ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകർ തന്നെയാകണം നല്ലൊരു പങ്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പൗലോസ് ആരംഭിച്ച സഭ, പൗലോസ് ഉപദേശിച്ച വിശ്വാസികൾ, പൗലോസ് ഗൈഡ് ചെയ്ത ദൈവജനം, പൗലോസിനെ നേരിൽ കണ്ടിട്ടുള്ള ദൈവജനം 30 ആണ്ടപ്പുറത്തേക്ക് പോകുമ്പോൾ കൃപയിൽ അവർക്കൊരു കുറവ് സംഭവിച്ചിരിക്കുന്നു. അവരുടെ ആദ്യത്തെ നിലനിൽപ്പിൽ നിന്ന് ഒരു ഡൗൺഫാൾ സംഭവിച്ചിരിക്കുന്നു. ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനെ പത്മോസിലേക്ക് അയച്ചിട്ട് യോഹന്നാന്റെ അടുക്കലേക്ക് വന്നിട്ട് ആ സഭയ്ക്കൊരു വ്യത്യാസം ആവശ്യമുണ്ട് എന്നും ആ വ്യത്യാസം വരാത്ത പക്ഷം ഈ സഭ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും കർത്താവ് പറയുന്ന ഒരു രംഗമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്.